നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ തടയിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഏതായാലും കോടതി വീണയ്ക്ക് തിരിച്ചടി തന്നെയാണ് നൽകിയത്. ആകെ ഒരു ആശ്വാസം വീണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത് ഉടനെ അറസ്റ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന്, അതായത് അന്വേഷണ ഏജൻസികൾ തന്നെ കോടതിയിൽ പറഞ്ഞതുകൊണ്ട് അറസ്റ്റ് നടപടി ഉണ്ടാവില്ല എന്ന് ആശ്വസിക്കാം, അത്ര തന്നെ. എന്നാൽ വലിയ തിരിച്ചടി തന്നെയാണ് വീണയ്ക്കുണ്ടായിരിക്കുന്നത്. വീണയ്ക്ക് അറസ്റ്റ് നടപടികളില്ലെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകൾ അന്വേഷണ ഏജൻസികൾ ചോദിക്കുന്നോ ആ രേഖകളെല്ലാം തന്നെ ഹാജരാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ രേഖകൾ പലതും നൽകിയിട്ടില്ലാത്ത രേഖകളാണ്. അത്തരത്തിൽ രേഖകൾ ഒരുപക്ഷെ വീണ വിജയന്റെ കയ്യിൽ പോലും ഉണ്ടാവില്ല. ബിനാമി ഇടപാടുകളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഇടപാടുകളും ഒക്കെ നടത്തിയപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള രേഖകളൊന്നും വീണയുടെ കയ്യിലില്ല. കമ്പനിയുമായി ബന്ധപ്പെട്ട് കാശ് വാങ്ങിച്ചതിന്റെ രേഖകൾ, ആ രേഖകൾ ഉണ്ടെങ്കിലും അത് എന്തിനു വാങ്ങി അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള രേഖകളൊന്നും വീണയുടെ കയ്യിലില്ല. പലതവണ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ROC ചോദിച്ചിട്ട് പോലും വീണ നൽകിയില്ല, വിശദീകരണം നൽകിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ അന്വേഷണം നടത്താനുള്ള കാര്യങ്ങൾ നൽകണം എന്ന് തന്നെയാണ്. വീണയ്ക്ക് തിരിച്ചടിയാവുകയാണ് ഈ അന്വേഷണവും അന്വേഷണത്തിന് സ്റ്റേ ഇല്ലാത്ത കാര്യങ്ങളും. മുഴുവൻ രേഖകളും നൽകണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. തന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന് വീണ വിജയൻ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയിരുന്നു. SFIO ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകാനും ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കൽ കോടതി മാറ്റിവെക്കുകയും ചെയ്തു. കരിമണൽ കമ്പനിയായ CMRL നിന്ന് മാസപ്പടി വാങ്ങിയതുൾപ്പെടെയുള്ള ഇടപാടുകളാണ് SFIO അന്വേഷിക്കുന്നത്. CMRL എക്സാലോജിക്കിന് 1.72 കോടി രൂപ കൊടുത്തെന്നും ഇതിനു പകരമായി CMRLന് എക്സാലോജിക് സേവനമൊന്നും ചെയ്തിട്ടില്ലെന്നും SFIO കോടതിയിൽ വ്യക്തമാക്കി. ഇടനിലക്കാരായ രാഷ്ട്രീയക്കാർക്ക് CMRL വഴി 135 കോടി നൽകി. വീണയുടെ ഹർജിയിൽ SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവയാണ് എതിർകക്ഷികൾ. കേസിൽ അന്തിമ വിധി വരും വരെ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അറസ്റ്റിന് ഉദ്ദേശമില്ലെന്നും തൽക്കാലം നോട്ടീസ് മാത്രമേ നൽകുന്നുള്ളൂവെന്നും കോടതിയിൽ SFIO പറയുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ആവശ്യം നൽകിയ കോടതി അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. CMRLും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ട് വീണയ്ക്ക് SFIO കഴിഞ്ഞ ദിവസം സമൻസ് നൽകിയിരുന്നു. നേരത്തെ CMRLിലും KSIDCയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും കൊടുത്തത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകൾ SFIO ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFIOയുടെ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ വീണ നൽകിയ ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിരുന്നു. SFIO അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും ഹർജിയിലുണ്ടായിരുന്നു. അതേസമയം എക്സാലോജിക്കെതിരെയുള്ള രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിന്റെ അന്വേഷണവും നടക്കുകയാണ്. ഇത് തുടരാമെന്നും CMRLുമായുള്ള ഇടപാടിലെ അന്വേഷണത്തിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സാലോജിക്ക് അറിയിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായെന്ന് ചോദിച്ചപ്പോൾ അന്വേഷണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയില്ലെന്ന് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയോട് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും വീണ ഹർജി നൽകിയപ്പോൾ കുടുങ്ങിയിരിക്കുന്നു. വലിയ ഊരാ കുടുക്കിലേക്കാണ് ഹർജിയുമായി പോയപ്പോൾ ചെന്നുപെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.